ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ. ഹെരോദേസ് രാജാവിൻ്റെ കാലത്ത് യൂദയായിലെ ബെത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്തു നിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കുവാൻ വന്നിരിക്കുകയാണ്. പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി. ഈ ഭൂമിയിലെ ഒരു ചെറു സ്ഥലത്തിൻ്റെ, യൂദയായുടെ പരിമിതികൾ അനവധിയുള്ള ഈ ലോകത്തിലെ ഒരു രാജാവ് ഹെരോദേസ്. ആ രാജാവിൻ്റെ രാജഭരണത്തിന് കീഴിൽ ജെറുസലേമിലേക്ക് ദൈവാത്മാവിൻ്റെ പ്രേരണയാൽ 3 ജ്ഞാനികൾ വരികയാണ്. അവർ അന്വേഷിക്കുകയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവനെ. കിഴക്ക് കണ്ട അവൻ്റെ നക്ഷത്രം ആ ജ്ഞാനികളോട് പറയുകയാണ്, അവർ കാണുവാൻ വരുന്ന രാജാവിൻ്റെ രാജ്യം നിത്യമാണ്. അവസാനമില്ലാത്ത ഒരു രാജ്യത്തിൻ്റെ, ദൈവരാജ്യത്തിൻ്റെ അധിപനായ രാജാവാണ് ഇപ്പോൾ യൂദയായിൽ ജനിച്ചിരിക്കുന്നത് എന്ന്. സ്നേഹവും നീതിയും സത്യവും ജീവിതത്തിൽ മുഖമുദ്രയാക്കുന്ന നമുക്കോരോരുത്തർക്കും അംഗത്വമുള്ള ദൈവരാജ്യം. ആ രാജ്യത്തിൻ്റെ രാജാവിൻ്റെ മഹത്വം. ആ രാജാവ് ദരിദ്രരോടും സദ്വാർത്ത അറിയിക്കുന്നു. പലവിധത്തിൽ ബന്ധിതരായവർക്ക് മോചനം നൽകുന്നു. അന്ധർക്ക് കാഴ്ച നൽകുന്നു. അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. അങ്ങനെ എല്ലാവരെയും അവൻ്റെ രാജ്യത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് 2000 വർഷങ്ങൾക്കിപ്പുറവും ക്ഷണിക്കുന്ന രാജാവാണ് ഈ നിത്യ രാജാവ്. സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചവനായ വചനമായ ദൈവം യേശു ഈ ലോകത്തിലേക്ക് എഴുന്നള്ളി വന്ന ദിവസത്തിൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന നാം ഓരോരുത്തരും ആ രാജാവിൻ്റെ ക്രൂശ് മരണം വരെയുള്ള താഴ്മ, തൻ്റെ സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്ന സേവന മനോഭാവം, ശുശ്രൂഷയുടെ ജീവിതം, സ്വന്തം ശിഷ്യരുടെ കാലുകളെ കഴുകി തുടച്ച് ചുംബിക്കുവാൻ വരെ ഹൃദയ വിശുദ്ധിയുള്ള ശുശ്രൂഷാ മനോഭാവത്തിൽ ജീവിക്കുവാൻ നമുക്ക് കാണിച്ചു തന്ന സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ നിത്യ രാജാവായ യേശു. ഇന്ന് യേശു ആ ഉത്തരവാദിത്വം ആ രാജാവിൻ്റെ രാജ്യത്തിലെ അംഗങ്ങളായ നാം ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ രാജാവ് അവൻ്റെ രാജ്യത്തിലെ അംഗങ്ങളുടെ ഹൃദയങ്ങളെ മാറ്റി ജീവിതങ്ങൾക്ക് പുതിയ അർത്ഥവും മാനവും തരുവാൻ, ആത്മാക്കൾക്ക് നിത്യമോചനം കൈവരിക്കുവാൻ ഉതകുന്ന വിധത്തിലുള്ള ശുശ്രൂഷ ജീവിതം നയിക്കുവാൻ നാം ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. ദരിദ്രരോട് കരുണ കാണിക്കുവാൻ, പല വിധത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിൽ ബന്ധിതരായവരോട് ഇടപഴകുവാൻ, അവർക്ക് നിത്യരാജാവായ യേശുവിൻ്റെ സ്നേഹവും കരുതലും ഒരനുഭവമാക്കി കൊടുക്കുവാൻ, അടിച്ചമർത്തപ്പെട്ടവർക്കും അശരണർക്കും ഒരു കൈത്താങ്ങാകുവാൻ നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ഓർമ്മ ദിനത്തിൽ അവൻ്റെ രാജ്യത്തിലെ ഒരംഗമായ നമുക്ക് ഓരോരുത്തർക്കും യേശുവിൻ്റെ സേവന മനോഭാവവും ശുശ്രൂഷയുടെ മനോഭാവവും ലഭിക്കുവാൻ, അങ്ങനെ ലഭിച്ച ദൈവിക സ്നേഹം പങ്കുവെച്ച് ജീവിക്കുവാൻ, അങ്ങനെ ജീവിച്ച് നമ്മുടെ നിത്യരാജാവ് യേശു ക്രൂശിലൂടെ നമുക്കോരോരുത്തർക്കും ആയി നേടിത്തന്ന മഹത്വത്തിൻ്റെ കിരീടം അവനിൽ നിന്നും ലഭിക്കുവാൻ ഈ ക്രിസ്തുവിൻ്റെ ജനനദിനത്തിൽ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.